ഹലോ ഹായ് നമസ്കാരം. നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എന്നെയും കൂടി കരയിപ്പിച്ച ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ. ഈ എപ്പിസോഡ് കാണുമ്പോൾ എല്ലാ പ്രേക്ഷകരും കരയുന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയ്ക്കും നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്ന പോലെ തോന്നുക കേട്ടോ അലീന. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് അലീന ബ്രിജിത്ത അമ്മയോട് സംസാരിക്കുക കേട്ടോ. എന്നിട്ട് പറയാണ്, ഞാൻ തോറ്റുപോയല്ലോ മമ്മി, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റാണ്ടായല്ലോ എന്ന് പറയാണ്. മമ്മി, എനിക്ക് ഇവിടം വരെ വഴി കാട്ടി തന്നുള്ളൂ, ഇനി ഇവിടെ നിന്ന് എവിടേക്ക് പോകണമെന്ന് വരെ എനിക്കറിയത്തില്ല. അമ്മ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്? എനിക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. എൻ്റെ അമ്മയെ എൻ്റെ കൂടപ്പിറപ്പിനെയും കാണാൻ വേണ്ടി മാത്രമാണോ എന്നെ ഇവിടെ പറഞ്ഞയച്ചത്? എനിക്കെന്നെ ഇവരെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റുമോ? എന്തിനാ എനിക്ക് പറഞ്ഞു തന്നത് ഇവരൊക്കെ എൻ്റെ കൂടപ്പിറപ്പാണെന്ന്? എല്ലാം തെറ്റിപ്പോയില്ലേ മമ്മി എന്ന് പറഞ്ഞ് കരയാട്ടോ. ആ സമയത്ത് ബ്രിജിത്ത അമ്മി അലീനയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാട്ടോ. ബ്രിജിത്ത അമ്മി അലീനയോട് പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കണമായിരുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ വന്നതുകൊണ്ടല്ലേ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു പോയത്, ഞാൻ വന്നതുകൊണ്ടല്ലേ ഈ കുടുംബം ഇങ്ങനെയായി പോയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബ്രിജിത്ത അമ്മി പറയുന്നുണ്ട്, നീ ആരും വേദനിപ്പിച്ചില്ലല്ലോ മോളെ, നീ എല്ലാവരെയും ഒന്നിപ്പിക്കാനല്ലേ ശ്രമിച്ചുള്ളൂ, അതുകൊണ്ടല്ലേ നീ ഇവിടുന്ന് പോവാനും കൂടി ആഗ്രഹിക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ചില തെറ്റുകൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല, അത് സാവധാനം മറന്നോളെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നാലും അവരെ അച്ഛനും അമ്മേനെയും ഒന്നിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം മമ്മി പറയുന്നുണ്ട്, അത് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നീ നിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മമ്മി എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. അന്നേരം മമ്മി പറയാണ്, നീ നിൻ്റെ കടമകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച എൻ്റെ അച്ഛനെ എനിക്ക് തന്നു, എൻ്റെ കൂടപ്പിറപ്പിനെ തന്നു, എൻ്റെ അമ്മയെ തന്നു, എന്നിട്ടും എനിക്ക് ഈ വീട്ടിൽ പോവേണ്ടി വരുന്നല്ലോ മമ്മി എന്ന് പറയാണ്. അന്നേരം ബ്രിജിത്തമ്മയും പറയുന്നുണ്ട്, നീ അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടേണ്ടവളല്ല, നീ എല്ലാ ലോകവും കാണേണ്ടവളാണ്, എല്ലാവരെയും സേവിക്കേണ്ടവളാണ്. നീ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്, ഞാൻ അങ്ങനെയല്ലേ നിനക്ക് പഠിപ്പിച്ചു തന്നതെന്ന് പറയാണ്. ആ സമയത്തൊക്കെ അലീന നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു വിളക്ക് അണച്ച പോലെ തോന്നുക എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ബ്രിജിത്തമ്മ പറയുന്നുണ്ട്, ഇനി അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെയാണ് തീർക്കേണ്ടത്, അവരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ തീരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബ്രിജിത്തമ്മ പറയുന്നുണ്ട്, നീ പിന്തിരിഞ്ഞ് നിൽക്കേണ്ടവളല്ല, നിനക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ബ്രിജിത്തമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ സൽബുദ്ധി തോന്നിക്കണേ, മുന്നോട്ട് നയിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബാലചന്ദ്രൻ സ്റ്റെയർ കേഴ്സ് ഇറങ്ങി വരുന്നുണ്ട്. ബബിതയും കൃഷ്ണയും ഫുഡൊക്കെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ കൈ കഴുകി വന്നിരിക്കുന്ന സമയത്ത് അലീന എവിടെയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം അലീന പിറകെ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു, പുറത്തായിരുന്നു എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, രോഹിത് പുറത്ത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അവനെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ പോയതാന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇരിക്കും, നമുക്ക് പോകണ്ടേന്ന് പറയാണ്. എന്നിട്ട് ഡൈനിങ് ടേബിൾ നോക്കുന്ന സമയത്ത് കുറേ കറികൾ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇന്ന് കുറേ കറികളുണ്ടല്ലോ, കുറേ ഉണ്ടല്ലോ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇന്ന് എന്നെ അടുക്കളയിൽ കയറ്റിയിട്ടില്ല അച്ചാന്ന് പറയാണ്. ബബിതയും കൃഷ്ണയും കൂടി ഇന്ന് ബലമായിട്ട് ഇറക്കി വിട്ടു, എൻ്റെ സേവനം മതിയെന്ന്, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആണോ ഡി ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, ഞങ്ങളുണ്ടാക്കി, ഇനിയുള്ള സേവനമൊന്നും ഇനി വേണ്ട, ഞങ്ങളിട്ടിട്ട് പോവല്ലേ, ഇനി ഞങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ പറയാട്ടോ ബബിത. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇതിപ്പോൾ എന്നെ കണ്ടില്ലേ, എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എൻ്റെ യാത്രയയപ്പ് സൽക്കാരാൻ തോന്നുന്നു പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, അങ്ങനെ തന്നെ വിചാരിച്ചോ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നാൽ കുറച്ച് ക്യാഷ് അവാർഡും ഒരു ട്രോഫിയും താടി എന്ന് പറയാണ്. അത്ര നല്ല സേവനമായിരുന്നെങ്കിൽ പോവേണ്ടി വരുത്തല്ലായിരുന്നല്ലോ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എൻ്റെ സേവനം എന്താ കൊള്ളത്തല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, കൊള്ളാവുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടിയും പറയണം കൊള്ളാവുന്ന്, ഇത് ആദ്യം തന്നെ അമ്മ മൈനസ് മാർക്ക് കിട്ടില്ലേ, കൊള്ളത്തില്ല എന്ന്, അവിടെ തോറ്റില്ലേ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ശരിയാന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, തടികേടാതെ രക്ഷപ്പെട്ടല്ലോ, അത് ആലോചിച്ചാൽ മതി എന്ന് പറയാണ്. അലീന പറയുന്നുണ്ട്, ഞാൻ ഒഴിഞ്ഞു പോകുന്ന ചിലരുടെ വിചാരം, ഞാൻ ഇനിയും വരും, ഞാൻ ഇനിയും ഇവിടെ താമസിക്കുന്നു പറയാണ്. എന്നിട്ട് ബബിത അവിടെ ഉണ്ടായ കാസ്ട്രോൾ എടുത്തിട്ട് അതിൽ ഭക്ഷണം വിളമ്പായിട്ട് അലീനക്ക് എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുറേ വിളമ്പി തന്നല്ലേ, ഇനി ഞാൻ ഇന്ന് വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളമ്പി കൊടുക്കുക കേട്ടോ. അലീന എന്നിട്ട് ബബിതയോട് പറയുന്നുണ്ട്, നീ ഇരിക്കടി എന്ന് പറയാണ്. മുന്നിലായിട്ട് കൃഷ്ണയുണ്ട്, കൃഷ്ണയോട് പറയുന്നുണ്ട്, നീ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുക കേട്ടോ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാനിവിടെ ആദ്യമായിട്ട് വേലക്കാരിയായി വന്ന സമയത്ത് എനിക്ക് ഭക്ഷണം അടുക്കളയിലായിരുന്നു, ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അന്ന് കരഞ്ഞുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചതെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അന്ന് നീ വെറും വേലക്കാരി മാത്രമായിരുന്നു,
അലീന പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അന്ന് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്ന സമയത്ത് വേലക്കാരി ചേച്ചി ഉണ്ടായിരുന്നില്ലേ, ആ ചേച്ചിയാണ് എന്നെ സമാധാനിപ്പിച്ചതെന്ന് പറയാണ്. അന്ന് അച്ഛനാണ് വേലക്കാരിയായിരുന്ന എന്നെ ഈ ഊൺമേശയിലിരുത്തി ഭക്ഷണം കൂട്ടിയത്. അന്ന് വേലക്കാരിയായിരുന്നവൾ ഞാൻ ഇവിടം വരെ എത്തി. അനാഥയായിരുന്നു, എനിക്കിപ്പോൾ ആരൊക്കെയോ ഉണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ബബിത പറയുന്നുണ്ട്, ഒന്ന് നിർത്തുമോ, കുറേ നാളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെയൊക്കെ ഇട്ടിട്ട് പോവാ, എന്നിട്ടാണ് വലിയ വർത്തമാനം പറയുന്നതെന്ന് പറയാട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ നിർത്തി, ഞാൻ അതിനൊന്നും പറയുന്നില്ല എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് ആരും ഫുഡ് കഴിക്കാതെ ഫുഡൊക്കെ ഞൊണ്ടി നിൽക്കുക കേട്ടോ. പിന്നെ അലീന റൂമിൽ പോയിട്ട് ഒരുങ്ങാൻ നിൽക്കുക കേട്ടോ. ആ സമയത്ത് വളയൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട്. ആ സമയത്താണ് മനു ഫോണിൽ വിളിക്കുന്നത് കേട്ടോ. അലീന ഫോൺ എടുത്തിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ട രാവിലെ തന്നെയെന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, പോവാൻ റെഡിയായോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. രാവിലെ എണീച്ചപ്പോൾ ചെറിയൊരു പ്രതീക്ഷ, നിൻ്റെ തീരുമാനം മാറ്റിയോ അല്ലെങ്കിൽ പോവാൻ തീരുമാനിച്ച ഡേറ്റ് മാറ്റിയോ എന്നൊക്കെ വിചാരിച്ച് വിളിച്ചതാന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയണം. അന്നേരം മനു പറയുന്നുണ്ട്, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ എന്ന് പറയണം. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മനുവേട്ടനും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ, മനുവേട്ടനല്ലേ എനിക്കും ധൈര്യം തരേണ്ടതെന്ന് പറയണം. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ കൂടെ തന്നെയുണ്ട്, എന്നാലും ഒരു പ്രതീക്ഷയുണ്ട് എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇവിടെ കുറേ ദിവസമായിട്ട് ഞാൻ എന്നോട് തന്നെ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുക, പോവണ്ടാന്ന് ഒരു ഞാൻ, പോകണമെന്ന് ഒരു ഞാൻ, ഇവിടുന്ന് അച്ഛൻ മാറി മാറി പറയുന്നുണ്ട് പോകണ്ടാന്ന്. അതുപോലെ തന്നെ ബബിതയും കൃഷ്ണയും രോഹിത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ മനോഹരനും കൂടി അങ്ങനെ പറയല്ലേ എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ മനുവിനെ ഉപേക്ഷിച്ച് പോകുമല്ലോ, ഞാൻ വിളിക്കത്തില്ലേ എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഇത്ര സമയമായിട്ട് നീ ഇപ്പോൾ വിളിച്ചില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ എന്തായാലും ഞാൻ മനുവേട്ടനെ വിളിച്ചിട്ടേ ഇറങ്ങുമായിരുന്നുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനുവേട്ടനും കൂടി എന്നെ കൊണ്ടുവിടാൻ അച്ഛൻ്റെ കൂടെ വരായിരുന്നില്ലേ എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അത് അങ്കിളിന് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഇല്ല പറഞ്ഞില്ല, അത് അങ്കിളുടെ മട്ടും ഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാന്ന് പറയാണ്. എന്നിട്ട് മനു പറയുന്നുണ്ട്, എന്നാൽ ശരി, എന്നാൽ അവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കാമെന്നൊക്കെ പറയാം കേട്ടോ. ആ സമയത്ത് ഒരുങ്ങുന്ന സമയത്ത് വാതിൽ തട്ടുന്നുണ്ട്. അത് കൃഷ്ണയും ബബിതയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്നാ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ റെഡിയാവാൻ നിൽക്കുമായിരുന്നു എന്ന് പറയണം. എന്നിട്ട് അവർ ചോദിക്കുന്നത്, ഏത് ഡ്രസ്സാണ് ഇടുന്നതെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ സാരി ഉടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, സാരി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയണം. എനിക്ക് സാരി ഒന്നും ഉടുക്കാൻ അറിയത്തില്ല എന്ന് പറയാണ്. എന്നിട്ട് ബബിത അവിടെ വെച്ച സ്വർണ്ണാഭരണങ്ങളും സാരിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, ഇത് നല്ല സാരിയാണല്ലോ, കൊള്ളാലോ എന്ന് ഇറക്കി പറയുന്നുണ്ട് കേട്ടോ. അന്നേരം കൃഷ്ണമോളും പറയുന്നുണ്ട്, ഇത് കൊള്ളാലോ, ഇന്ന് ഇത് തന്നെ ഉടുത്താൽ മതി എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കൃഷ്ണയും ബബിതയും പറയാണ്, ഞങ്ങൾ ഉടുപ്പിക്കാമെന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സാരി ഉടുപ്പിക്കാൻ അറിയുമോ? അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഉടുപ്പിക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് സാരി ഉടുപ്പിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ സാരി ഉടുത്തു സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് ബബിത മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അലീനയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു കേട്ടോ. ആ സമയത്ത് എല്ലാവരും കൂടി കരയുന്നുണ്ട്. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, തുലച്ചു എന്ന് പറഞ്ഞിട്ട് ബ്രഷ് അവിടെ ഇട്ട് ബബിത കരഞ്ഞുകൊണ്ട് ഓടുക കേട്ടോ. പിന്നെ അലീനയും കൃഷ്ണമോളും മുഖാമുഖം നോക്കി രണ്ടുപേരും കരഞ്ഞ് കെട്ടിപ്പിടിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനാണ് കേട്ടോ. ബാലചന്ദ്രൻ അലീനയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ഗോവർദ്ധൻ എവിടെയാണ്, വീട്ടിലാണോ അതോ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വഴിയിലാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടി വഴിയിലാണെന്ന് പറയാണ്. ബാലേട്ടൻ ഇറങ്ങിയോ ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, ഇന്ന് അലീനെ കൊണ്ടുവിടേണ്ട ദിവസമല്ലേ, ഞാൻ ഇന്ന് കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നത്, ഓ അതെനിക്ക് മറന്നുപോയി, ഞാൻ വരാം ബാലേട്ടാന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഇന്ന് തിരിച്ചു വരില്ല, ഞാൻ അവിടെ തങ്ങിയിട്ടേ വരുന്നുള്ളൂ, എൻ്റെ ശക്തിയല്ലേ ഞാൻ കൊണ്ടുവിടുന്നത്, ഇനി ഇവിടെ വന്നിട്ട് വൈജയന്തിയോട് ഏറ്റുമുട്ടാൻ ഒരു ഊർജം തയ്യാറാക്കണ്ടേ, അത് എനർജി കൂട്ടിയിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, അപ്പോൾ പിള്ളേർ ഒറ്റയ്ക്കല്ലേ എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഇവിടെ നിന്ന് പോയാൽ അപ്പോൾ തന്നെ വൈജയന്തി ഇവിടത്തേക്ക് വരും, അപ്പോൾ പിള്ളേർ ഒരിക്കലും ഒറ്റയ്ക്കാവത്തില്ല എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും ഫോൺ വെക്കുക കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് തിരിച്ചു വരത്തില്ല, നീ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം എന്ന് പറയണം. ആ സമയത്ത് അലീനയും കൃഷ്ണമോളും റൂമിൽ നിന്ന് ഇറങ്ങി വരാം കേട്ടോ. ആ സമയത്ത് അലീന ഒരുങ്ങിയത് കണ്ടിട്ട് ബാലചന്ദ്രൻ നോക്കുക കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വേഷത്തിലാണ് നിന്നെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ ഞാൻ തീരുമാനിച്ചത്, പക്ഷേ സന്ദർഭം മാറിപ്പോയി എന്ന് പറയാണ്. എന്നിട്ട് എല്ലാവരും കരയാട്ടോ. അലീനയും ബാലചന്ദ്രനും കൃഷ്ണമോളും എല്ലാവരും കരയാട്ടോ. ഇവിടെയാണ് ലാസ്റ്റ് എപ്പിസോഡ് സീൻ കാണിക്കുന്നത് കേട്ടോ.